ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നവീൻ വന്നതിന് ശേഷം ഒരു 2 ലക്ഷം രൂപയുടെ അടുത്ത് പർച്ചേസിങ് നടത്തി വണ്ടിയിലേക്ക് സാധനങ്ങൾ കയറ്റി വെക്കുന്ന സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വന്ന ഉടനെ തന്നെ സുധി അവിടുത്തെ സ്റ്റാഫിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, നല്ലൊരു കച്ചവടം നടന്നല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് 2 ലക്ഷം രൂപയുടെ മേളിലെടുത്ത് സുധി മേഡം കസ്റ്റമറുമായി സംസാരിച്ച് ഡീൽ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ആ സാധനങ്ങളെല്ലാം തന്നെ അവർ മേടിച്ചു. സാറിന് സുധി മേഡത്തിനെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതിന് ഭാഗ്യമാണ് എന്നൊക്കെയാണ് സ്റ്റാഫ് പറയുന്നത്. കേൾക്കുമ്പോഴത്തേക്കും സുധിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സുധി വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആൾ കൊള്ളാട്ടോ, നീ എത്ര ലക്ഷം രൂപയുടെ പർച്ചേസിങ് നടത്തിച്ചവരെ കൊണ്ട് 3 ലക്ഷം രൂപയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് 3 ലക്ഷം രൂപയൊന്നും ആയില്ല സുധി, ഒരു 2 ലക്ഷം രൂപ അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ സുധി പറയുന്നുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, 2 ലക്ഷം രൂപയുടെ പർച്ചേസിങ് ഒറ്റ ദിവസം കൊണ്ട് നീ നടത്തിയില്ലേ, നീ മിടുക്കി തന്നെയാണ് സുധി, എവിടെ ക്യാഷ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഡ്രോ തുറക്കുന്ന നേരത്ത് അത് കാലിയായിരിക്കുന്ന സമയത്ത് സുധി ചിന്തിക്കുകയാണ്, ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഫോണിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യണം. അതിനുശേഷം പറയുന്നുണ്ട്, ശ്രുതി ഇതിനകത്തൊന്നും ക്രെഡിറ്റ് ആയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ EMI ആയിട്ടാണ് സാധനങ്ങൾ എടുത്തതെന്ന് പറയേണ്ടത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി വേഗം പറയാണ്, നീ എന്ത് പണിയാണ് ശ്രുതി കാണിച്ചത്, ഇനി ഡീലർ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, നീ എന്തിന് 2 ലക്ഷം രൂപ അത് ഒരു പൈസ പോലും മേടിക്കാൻ നീ എന്തിനാ അവർക്ക് EMI ആയിട്ട് കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ബ്യൂട്ടി പാർലർ കസ്റ്റമറുടെ ഹസ്ബൻഡാണ് അവരെന്തായാലും തീർച്ചയായിട്ടും കറക്റ്റായി തന്നെ EMI ആയിട്ട് അടയ്ക്കുന്നതായിരിക്കും ശ്രുതി, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും ശ്രുതിക്ക് ദേഷ്യം ഇറക്കാനാവുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നത്, നിനക്ക് എന്നെ വിശ്വാസമില്ല എന്നാണ്, വേണ്ട ആ കൊടുത്ത കസ്റ്റമറോട് ഞാൻ തിരികെ വരാൻ പറയാം, മാത്രമല്ല ഈ ഒരു കടയിൽ നിന്നെ പോലെ തന്നെ എനിക്കും അധികാരമുണ്ടെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ അതെല്ലാം വെറുതെ ആയി പോയി എന്നൊക്കെ എന്നെ ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ശ്രുതി വേഗം പറഞ്ഞാൽ, അതല്ല ശ്രുതി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, നീ തന്നെയല്ലേ പറഞ്ഞു EMI ആയിട്ടൊന്നും കൊടുക്കണ്ടായിരുന്നു, എന്നിട്ട് നീ തന്നെ കൊടുത്തുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ശ്രുതി, കസ്റ്റമർ കൃത്യമായി തന്നെ പൈസ അടിച്ചോളൂ, ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്നും പറഞ്ഞു മേരിയെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണമെന്ന് പറയാം കേട്ടോ. ഇതേ സമയം തന്നെ സച്ചി രേവതിയോട് യാത്ര പറഞ്ഞിട്ട് കാസ്റ്റാനിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് തിരികെ വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ, അല്ലെങ്കിൽ രാത്രിയായിട്ട് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണം കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, പറയണ വേണ്ടോ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഇതിപ്പോൾ വൈകിയാലും തന്നെ പറയാതിരുന്നാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം നിങ്ങളുടെ അമ്മയൊന്ന് കാണട്ടെ, അങ്ങനെയെങ്കിലും നമ്മുടെ സ്നേഹത്തിന്റെ ആത്മാർത്ഥത നിങ്ങളുടെ അമ്മ മനസ്സിലാക്കട്ടെ എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത്, രേവതി നീ കളിക്കല്ലേട്ടോ, ഇന്നലെ ഞാൻ അനുഭവിച്ച ടെൻഷൻ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും, ഇല്ല സച്ചിയേട്ടാ, ഇന്നിപ്പോൾ എനിക്ക് എങ്ങോട്ടും പോകാനില്ല, പൂക്കൾ മാത്രമേ വിൽക്കാനുള്ളൂ, ഇനി എങ്ങോട്ടും ഞാൻ പറയാതെ പോവുകയില്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അങ്ങനെ സച്ചി വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ പോകാനൊരുങ്ങുന്ന സമയം തന്നെ തിരികെ വന്നിട്ട് രേവതിനെ ചേർത്ത് നിർത്തിയിട്ട് രേവതിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുക കേട്ടോ. ആ ഒരു സമയത്ത് രേവതി ചോദിക്കുന്നത്, എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത്, എനിക്കൊരു ഉമ്മ തരുമോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഒന്ന് പോ സച്ചിയായിട്ട്, എല്ലാവരും കൊണ്ട് ഇവിടെ കാസ്റ്റാനിലേക്ക് പോകാൻ നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയെ ഉന്തിത്തള്ളി അവിടെ നിന്ന് വിടുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതി മീരയുടെ അടുത്ത് ചെന്നതിന് ശേഷം നവീൻ ഷോറൂമിലേക്ക് വന്ന കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത്, ഇത്രയും നാളും പാർലറിൽ മാത്രമാണ് അവൻ്റെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഷോറൂമിൽ ശല്യമായില്ലേ, ശരിക്കും പറഞ്ഞാൽ നീ ജീവിക്കുന്നതിന് തന്നെ അവൻ്റെ ജീവൻ നിലനിർത്താനാണ് എന്നൊക്കെ മീര പറയുന്ന സമയത്ത്, അവൻ്റെ ഈ ഒരു കളി നിർത്തണം മീര, ഞാൻ അവനെ കൊണ്ട് തോറ്റു, ഇനിയെങ്കിലും അവനെ ഒതുക്കിയില്ല എന്നാണെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത്, നമുക്കെന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാമെന്ന് മീര പറയുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെ പോലീസുകാർ ആദ്യം അറസ്റ്റ് ചെയ്യാൻ പോകുന്ന എന്നെയായിരിക്കും, പാവപ്പെട്ട ചെറുപ്പക്കാരെയും കുടുംബത്തെ പറഞ്ഞു പറ്റിച്ച് മറ്റൊരു വിവാഹം കഴിച്ചു എന്നെല്ലാം തന്നെ ഒളിപ്പിച്ച് വെച്ച് കല്യാണം കഴിച്ചതിന് ആദ്യം പോലീസുകാർ എന്നെയായിരിക്കും അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ കേസൊന്നും കൊടുക്കൊന്നും വേണ്ട, ഞാൻ ആ നവീനെതിരെ ഒരു കൊട്ടേഷൻ കൊടുത്താലോ എന്ന് തീരുമാനിക്കുകയാണ് എന്ന് പറയുമ്പോൾ, അത്രയ്ക്കും വേണം, നീ ആരുടെ കയ്യിൽ കൊട്ടേഷൻ കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ മീര. മറ്റാരും കയ്യിലല്ല, ആന്റണിക്ക് തന്നെ ഞാൻ കൊട്ടേഷൻ കൊടുക്കാൻ പോകണം, ഇനിയിപ്പോൾ അതിലൊരു മാറ്റവും ഇല്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ കാസ്റ്റാനിലേക്ക് ചെന്നതിന് ശേഷം സച്ചി ഈച്ചയോടായിട്ട് രേവതി വന്ന കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്, എന്തായാലും ഇന്നലത്തെ കൊണ്ട് ഒരു കാര്യം മനസ്സിലായി, നിനക്ക് എത്രത്തോളം രേവതിയോടുള്ള സ്നേഹമുണ്ട്, രേവതി എന്തായാലും തിരിച്ചു വന്നില്ല, നിനക്ക് വളരെയധികം സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഒന്ന് പോയാടാ, നിന്റെ ജോലിയുടെ കാര്യമൊക്കെ എന്തായി എന്ന് ഈച്ചയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി. ഈച്ച പറയുന്ന, ഒന്നും ആയിട്ടില്ല സച്ചി, ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നത്, രേവതി ആകെ കഷ്ടപ്പെടുകയാണ്, രാവിലെ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കും, രാത്രി 11 മണിയാകുമ്പോഴാണ് അവൾ സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാൻ വരുന്നത്, അവൾക്ക് പൂക്കച്ചവടത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും സ്റ്റാഫിനെ വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണെന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഈച്ച പറയുന്നത്, മറ്റാരെങ്കിലും അന്വേഷിക്കണം എന്തിനാ, ഇനി ഞാൻ തന്നെ പൂക്കച്ചവടത്തിന് പൊക്കോളാം, രേവതി പോകുന്ന ഷോപ്പുകളും രേവതി പോകുന്ന സൂപ്പർ മാർക്കറ്റും എല്ലാം എന്നെ കാണിച്ചു തന്നാൽ കൃത്യമായി തന്നെ ഞാൻ ജോലി ചെയ്തോളാം എന്ന് ഈച്ച പറയുമ്പോഴത്തേക്കും, ഞാനതൊന്ന് ആലോചിക്കട്ടെ, എന്തായാലും ഞാൻ ഒരു ഓട്ടം വന്നിട്ടുണ്ട്, അതിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ്.
എൻ്റെ ജോലി എന്തായാലും ഉറപ്പായി എന്നുള്ള സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ ഈച്ച. ഇതേ സമയം തന്നെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് രേവതിയുടെ അടുത്തേക്ക് വർഷ ചെന്നതിന് ശേഷം പറയുന്നത്, രേവതി ചേച്ചീനെ സമ്മതിക്കണം കേട്ടോ, ആരെന്ത് പറഞ്ഞാലും രേവതി ചേച്ചി ഒന്നും തന്നെ പറയുകയില്ല, രേവതി ചേച്ചി അത്ര ക്ഷമയൊന്നും എനിക്കില്ല എന്നൊക്കെ വർഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെ സംസാരം മാറി എന്ന് കേൾക്കുകയാണ് ചന്ദ്ര. വേഗം തന്നെ വർഷ വീണ്ടും പറയാനല്ല, ഇതുപോലെ എന്നോട് ശ്രീകാന്ത് കാണിക്കുകയാണെങ്കിൽ അവൻ്റെ മൂക്ക് ഞാൻ ഇടിച്ച് പരത്തുന്നത് ഇതുപോലെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമ്മാ വർഷേനെ ആക്ഷൻ കാണിക്കേണ്ട. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും പുറത്തു നിന്നുകൊണ്ട് ചന്ദ്ര പറയുകയാണ്, എൻ്റെ ദൈവം, എൻ്റെ മോൻ്റെ കഷ്ടകാലം, ഇവളെന്തൊക്കെ ഈ പറഞ്ഞു, ഇവൾക്ക് വെളിവില്ലാതെ ഓരോ കാര്യങ്ങളൊക്കെ ഇനി വിളിച്ച് പറയുകയാണ്. അങ്ങനെ രേവതിയുടെ ക്ഷമയെക്കുറിച്ച് സ്വഭാവശുദ്ധിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ വർഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇപ്പം എല്ലാവരെ കുറിച്ചൊക്കെ ഏകദേശം പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അമ്മ നിന്നെ എന്തെങ്കിലും പറഞ്ഞു നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പുറത്ത് നിന്നുകൊണ്ട് ചന്ദ്രൻ വളരെയധികം ആകാംക്ഷയോട് കൂടി തന്നെ കേൾക്കാനായിട്ട് ഒരുങ്ങി നിൽക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ വർഷ പറയുന്നത്, ഈ ചട്ടകയിൽ ഇതുപോലെ എടുത്തതിന് ശേഷം തീയിൽ വെച്ച് ചൂടാക്കിയിട്ട് ആൻറ്റിയുടെ പുറത്ത് എക്സ് എന്ന് പറഞ്ഞൊരു നല്ലൊരു വര വരയ്ക്കുമെന്ന് ഇങ്ങനെ വർഷ ഇങ്ങനെ ആക്ഷൻ വെച്ച് കാണിക്കുന്ന സമയത്ത് പുറത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ചന്ദ്ര ആകെ പേടിച്ച് വച്ച് നിൽക്കാൻ. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.